ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ വീടൊക്കെ പണിയുമ്പോൾ നമുക്ക് വീട് പണിയാൻ വേണ്ടി എത്ര സിമൻറ്റ്, എത്ര കിലോ കമ്പി, എത്ര മെറ്റല്, എത്ര മണല്, ടൈൽസ് എന്നിവയൊക്കെ വേണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വീടൊക്കെ പണിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് ഓർഡർ ചെയ്യാനും അതനുസരിച്ച് കൊണ്ടുപോയി നമ്മൾ സൂക്ഷിക്കാനും ഒക്കെ പറ്റുമല്ലോ. അതുകൊണ്ട് അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഒരു ആൻഡ്രോയിഡ് ആപ്പുണ്ട്. അതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ സ്ക്രീനിൽ കാണുന്ന മൾട്ടി കാൽക്കുലേറ്റർ മുകളിൽ കാണുന്നില്ലേ, മൾട്ടി കാൽക്കുലേറ്റർ എന്ന ആപ്പാണ് ഇതുപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ആദ്യമേ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. മൾട്ടി കാൽക്കുലേറ്റർ ബൈ സെക്യൂർ എന്നാണ് എൻ്റെ പേര്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ക്രീൻ വരും. ഇതിൻ്റെ താഴെയായിട്ട് ഏറ്റവും താഴെ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ലേബർ കാൽക്കുലേറ്റർ എന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് വരും. ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ലേബർ ആദ്യം മുകളിൽ കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ പ്ലിന്ത് ഏരിയ ഇടണം. അപ്പം ഞാനിപ്പം ഫ്ലോർ ഏരിയ അല്ല, പ്ലിന്ത് ഏരിയ. ഞാൻ 2000 ആണെങ്കിൽ 2000 ഇട്ടു. അതിൻ്റെ താഴെയുണ്ട് സിംഗിൾ സ്റ്റോറി ആണോ ഡബിൾ സ്റ്റോറി ആണോ എന്നുണ്ട്. അപ്പം ഞാൻ ഡബിൾ സ്റ്റോറി ആണ്, ഡബിൾ സ്റ്റോറി ഇടുക. എന്നിട്ട് കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തെ താഴെ എൻ്റെ ഡീറ്റെയിൽസ് വന്നു. ഏറ്റവും ആദ്യമേ ബ്രിക്സ് ഇഷ്ടിക, സാധാരണ നമ്മുടെ ഇഷ്ടിക, പഴയ ഇഷ്ടിക 46,248 എണ്ണം വേണം. ഇത് മറ്റേ സിമെന്റ് കട്ടയല്ല, ഇത് സാധാരണ ഇഷ്ടികയാണ്. പിന്നെ സിമെന്റ് 550 ബാഗ് വേണം. സ്റ്റീല് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർക്കയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കമ്പി, അത് 3777 കിലോ വേണം. പിന്നെ മണല് 2624 ക്യൂബിക് ഫീറ്റ്. പിന്നെ 3/4 ഇഞ്ച് മെറ്റല് കോഴ്സ് അഗ്രിഗേറ്റ് 20 mm 1159 ക്യൂബിക് ഫീറ്റ്. പിന്നെ വലിയ മെറ്റല് 40 mm, അത് ഫ്ലോറിൻ്റെ അടിയിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്, 520 ക്യൂബിക് ഫീറ്റ്. പിന്നെ ഫ്ലോർ ടൈൽസ് 1800 സ്ക്വയർ ഫീറ്റ് വേണം. പിന്നെ ബാത്റൂം ടൈലിൻ്റെ ഫ്ലോറിൻ്റെ 170 സ്ക്വയർ ഫീറ്റ് വേണം. വാൾ ടൈല്, ബാത്റൂമിൻ്റെ വാളിലെ ടൈല്, ഇതോ ഓരോ റൂമിലും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് റൂമിൻ്റെ ആണ് ഇതിട്ടേക്കുന്നത്. 640 സ്ക്വയർ ഫീറ്റ്. പിന്നെ തടി 133 ക്യൂബിക് ഫീറ്റ് വേണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ. ബാക്കിയുള്ള എല്ലാം ഇപ്പം ഇലക്ട്രീഷ്യൻ പറഞ്ഞോളൂ, ഇലക്ട്രിക്കൽ ഐറ്റംസ് എന്തെല്ലാം വേണമെന്നുള്ള നമ്മുടെ പോയിന്റ് അനുസരിച്ച്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് വരുത്തി ഇടാനുള്ള സാധനങ്ങൾ, ആദ്യം ഓർഡർ കൊടുക്കാനുള്ള സാധനങ്ങൾ. അതുകൊണ്ടാണ് ഈ മെയിൻ ഐറ്റംസ് ഇട്ടേക്കുന്നത്. പിന്നെ അതിനകത്ത് എത്ര മേസ്തിരി വേണം, കാർപ്പൻറ്റർ വേണം എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പെയിന്റിങ്ങിൻ്റെ ഒന്നും കൂട്ടിയിട്ടല്ല, അല്ലാതെയുള്ള വർക്കിൻ്റെ ആണ് ഇട്ടേക്കുന്നത്, ഈ മേസന്റെയും മസ്തൂറിൻ്റെ ഒക്കെ എണ്ണം. പിന്നെ താഴെ ഇതിൻ്റെ നോട്ട് എഴുതിയിട്ടുണ്ട്. ഇത് 300 തൊട്ട് 3000 വരെ സ്ക്വയർ ഫീറ്റിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആകത്തുള്ളത്. അല്ലാത്തുള്ളതിന് ഇച്ചിരി വ്യത്യാസം വരും. പിന്നെ എന്തെല്ലാം എഴുതിയിട്ടുണ്ട്. RCC ലാബ് 124 ഉണ്ടാക്കിയേക്കുന്നത്. പ്ലാസ്റ്റർ സിമെന്റ് മോട്ടാർ 1:5 ആണ് ക്വാണ്ടിറ്റി ഇട്ടേക്കുന്നത്. അങ്ങനെ കുറച്ച് ഇത് വായിച്ച് നോക്കുമ്പോഴറിയാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആ സ്ക്വയർ ഫീറ്റ് ഇട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് ആദ്യമേ തന്നെ നമുക്ക് വരുത്തി വെക്കുകയോ കമ്പി സിമെന്റും ഒക്കെ. സിമെന്റ് 3 മാസത്തിന് മുമ്പ് ഉപയോഗിക്കണം. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമെന്റിന്റെ സ്ട്രെങ്ത് കുറയും, മാനുഫാക്ചറിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട്. അപ്പം 3 മാസത്തിന് മുമ്പ് സിമെന്റ് ഉപയോഗിക്കണം. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് വരുത്തിയിടാം. ഓക്കെ, താങ്ക് യു.